പ്രിയമുള്ളവരെ, നമസ്കാരം. നാം ഇന്ന് വിചിത്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. വാക്കുകൾ മുനകൂർത്തതാകുമ്പോൾ അത് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നു, അല്ലേ? ഇപ്പൊ ഒരു പാട്ടുണ്ട്, പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേവലം ഒരു ഗാനത്തിന്റെ വരികളിൽ ഒതുങ്ങുന്നതല്ല ഇത്. നമ്മുടെ സമൂഹത്തിന്റെ ഇരട്ടത്താപ്പിന് നേരെ പിടിച്ച കണ്ണാടിയാണിത്. ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിലല്ല, മറിച്ച് ഈ മണ്ണിലെ ഒരു പൗരൻ എന്ന നിലയിലാണ് നെടുമ്പാറ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിന് എതിരെയല്ല, മറിച്ച് വിശ്വാസത്തെ മറയാക്കി നടത്തുന്ന അഴിമതിക്കെതിരെയാണ്. ഈശ്വര സന്നിധാനത്തിൽ നിന്നും സ്വർണം മോഷ്ടിക്കുന്നത് വിശ്വാസത്തെ ബാധിക്കില്ലേ? ഈ എളിയ ചിന്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജോർജ് നെടുമ്പാറ, ഡൽഹിയിൽ നിന്ന്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചോ അവിടുത്തെ ക്രമക്കേടുകളെ കുറിച്ചോ വാർത്തകൾ വരുമ്പോൾ ഇല്ലാത്ത എന്ത് വികാരമാണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ മാത്രം വ്രണപ്പെടുത്തുന്നതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭഗവാന്റെ സ്വർണം അപഹരിക്കപ്പെടുന്നത് ഭക്തിയെ മുറിവേൽപ്പിക്കുന്നില്ലേ? ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ വിശ്വാസിക്ക് അപമാനമല്ലേ? ആണോ? മോഷണം നടത്തുന്നവർ സുരക്ഷിതരായിരിക്കുകയും ആ മോഷണത്തെക്കുറിച്ച് ഒരു പാട്ടുപാടിയ കലാകാരൻ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്നത് നീതിയാണോ? നിങ്ങൾ തന്നെ പറയും. ആണോ? കള്ളനെ പിടിക്കുന്നതിനേക്കാൾ ആവേശത്തോടെ കള്ളൻ എന്ന് വിളിച്ചവനെ തല്ലാൻ ഓടുന്നത് ശുദ്ധമായ ഭക്തിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കാപട്യമല്ലേ? പലരും ചോദിക്കുന്നു കണ്ടു കേട്ടോ. ഇത്തരം വിഷയങ്ങളിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും എന്തിന് ഇടപെടണമെന്ന്. നമുക്കറിയാം, ലോകം കണ്ട എല്ലാ മഹത്തായ മാറ്റങ്ങൾക്ക് പിന്നിലും എഴുത്തുകാരുടെ കലഹങ്ങളിൽ ഉണ്ടായിരുന്നു, മൂല്യവ്യാപരണങ്ങൾ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ അനീതി നടക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ആ അനീതിക്ക് കൂട്ടുനിൽക്കുന്നതിനോട് തുല്യമാണ്, ആണല്ലോ. പവിത്രമായ ഒരു സങ്കല്പത്തെ കച്ചവടമാക്കുന്നവർക്കെതിരെ സംസാരിക്കാൻ ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ അതിനെ മതവികാരം വ്രണപ്പെടുത്തലായി കാണുന്നത് ഭീരുത്വമാണ് എന്ന് ചിന്തിക്കുന്നത് അനൗചിത്യമാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ തരണം. ശരിയായ ഭക്തൻ ഭയപ്പെടേണ്ടത് എന്തിനെയാ? പാട്ടിനെയല്ല, ഭക്തിയെ മറയാക്കി നടക്കുന്ന കൊള്ളരുതായ്മയാണ്. പോറ്റിയെ കേറ്റിയോ എന്ന പാട്ട് കേൾക്കുമ്പോൾ അലിഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ ഭക്തിയുടെ വിശ്വാസവും മറ്റു കാര്യങ്ങളും. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ, അല്ലേ? വിശ്വാസം അടിയുറച്ചതായിരിക്കട്ടെ. അയ്യപ്പനിൽ വിശ്വസിക്കുന്നവർ അവരുടെ ഗുണാംശങ്ങൾ ശാംശീകരിച്ചെടുത്ത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തിയാൽ എൻ്റെ അഭ്യർത്ഥനയാണ്. അവിടെ അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വികൃതമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടി അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പാട്ടിന്റെ താളത്തിലോ വരികളിലോ ഒതുങ്ങുന്നതല്ല നമ്മുടെ വിശ്വാസം. അത് അത്രമേൽ ദുർബലവുമല്ല. എന്നാൽ ഭക്തിയെ സ്വർണ്ണക്കച്ചവടത്തിനും അഴിമതിക്കും മറയാക്കുന്ന ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടാൻ കലയ്ക്ക് ബാധ്യതയുണ്ട്, എഴുത്തുകാരന് ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ വരുന്ന എതിർപ്പുകൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അലങ്കാരമാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിശബ്ദനായിരിക്കുക എന്നത് ഒരു സാംസ്കാരിക ബോധമുള്ള മനുഷ്യന് സാധ്യമല്ല. നമുക്ക് വേണ്ടത് ചോദ്യം ചെയ്യപ്പെടാത്ത ഭക്തിയല്ല, മറിച്ച് തെറ്റിനെ തെറ്റായി വിളിക്കാൻ ധൈര്യമുള്ള വിശ്വാസികളെയാണ്. സ്വർണ്ണക്കടത്ത് നടത്തിയവർക്ക് അതിന് ഒത്താശ ചെയ്തവർക്കും ലഭിക്കാത്ത ശിക്ഷ
ഒരു പാട്ടിന് ലഭിക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സത്യം വിളിച്ചു പറയുന്ന കലയും സാഹിത്യവും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു.